ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം, എനിക്ക് വേണ്ടിയുള്ള ആ ക്രിസ്തു എനിക്ക് തന്ന ആ ജീവിതം, കർത്താവ് എനിക്ക് തന്ന ആ ജീവിതം ഞാൻ എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കണം. ഒത്തിരി പേര് പട്ടുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി പേര് ക്രിസ്തീയ ജീവിതത്തിൽ പട്ടുപോയിടമുണ്ട്, പട്ടുപോയ സാഹചര്യമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ കത്തി ജ്വലിച്ചു നിന്നവർ, ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. ഈ ഓട്ടം സ്ഥിരതയോടെ അന്ത്യം വരെ ഓടാൻ എനിക്ക് കൃപ തരണമെന്ന്. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ നാം വന്ന് എത്തി നിൽക്കുകയാ. സാധാരണഗതിയിൽ ആണ്ടിന്റെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിന്ന് കുറച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കും. അതല്ല, എടുത്ത തീരുമാനം ആ ഉറച്ചു നിന്ന്, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അന്ത്യം വരെ നിൽക്കുവാൻ എത്ര പേര് ഈ രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ ഞാൻ തയ്യാറാ, ഈ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് വാക്യങ്ങൾ വെറുതെ അല്ല ഇതിനകത്ത് നമ്മളെ കേൾപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ, ഓരോ വാക്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മളോടാ സംസാരിക്കുന്നത്. കാരണം എന്തിനാണെന്നറിയാമോ? നാം ഒന്നുകൂടെ ക്രമീകരിക്കപ്പെടുവാൻ, നാം ഒന്നുകൂടെ ഒന്ന് പുതുക്കം പ്രാപിക്കുവാൻ. എവിടെയെങ്കിലും അല്പമെങ്കിലും കറ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, സാധാരണ നമ്മുടെ ഡ്രസ്സിൽ ഒരു കറ പറ്റിയാൽ ഒന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് വാഷ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ആ ഡ്രസ്സ് മാറ്റിയിട്ട് മറ്റൊരു ഡ്രസ്സ് നമ്മൾ വേഗത്തിൽ എടുത്തിടാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയാം, അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, പൊടിപടലം പിടിച്ചു പോയ എൻ്റെ ജീവിതത്തിൽ അഴുക്കുകൾ എവിടെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പാ, ഞാൻ ഒന്നുകൂടെ കഴുകലിന് തയ്യാറാ. ഈ 12-ാം മാസം എൻ്റെ കുറവ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും മുടങ്ങരുതെന്ന് ഞാൻ കേട്ട വാഗ്ദത്തം എവിടെയെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതിൻ്റെ മേൽ ഇന്ന് ഒരു തീരുമാനം, ഒരു തീർപ്പ് കൽപ്പിക്കുകയാ. ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ കുറവുകൾ കൊണ്ട്, നിങ്ങളുടെ ബലഹീനതകൾ കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആയി കിടപ്പുണ്ടെങ്കിൽ, ഇന്നൊരു രാത്രി അതൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഒരു അസാധാരണ സാന്നിധ്യം ഈ രാത്രി വെളിപ്പെടുന്നു. ഒരു അസാധാരണ പകർച്ച യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. എല്ലാവരും അല്പമിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എന്തോ 12-ാം മാസം പൂർത്തിയാകുന്നതിന് മുന്നേ നിങ്ങളുടെ നടുവിൽ കർത്താവ് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ചെയ്യാനുള്ളത് ചെയ്യുവാൻ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഈ രാത്രി ഞാൻ ഏൽപ്പിക്കുന്നെന്ന് പറയാൻ പ്രാപ്തിയുള്ള, അതിന് പറയാൻ കഴിവുള്ള, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ പാസ്റ്റർ പറഞ്ഞൊരു പദം പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും ഇനിയും ആമേൻ നമ്മളെ നടത്താൻ ശക്തനാ. ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ വരെ ദൈവം നടത്തി, ഇന്നും നടത്തി, ഇനിയും നടത്താൻ ദൈവം ശക്തനാ. ദൈവമക്കളെ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അവിശ്വസ്തത കാണിച്ചിട്ടും, നമ്മൾ അവിശ്വസ്തരായി ഇരുന്നിട്ടും ദൈവം നമ്മളെ ചേർത്ത് നിർത്തിയത്, ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുന്നത്, കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാകട്ടോ. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണമേ, കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ആര് സ്നേഹിക്കുന്നതിലപ്പുറമായി, നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലപ്പുറമായി, നിന്റെ പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്നതിലപ്പുറമായി, ആരെല്ലാം നിന്നെ സ്നേഹിക്കുന്നതിലപ്പുറമായി നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ വഴി നടത്തുവാൻ, നിന്നെ കരുതുവാൻ പ്രാപ്തരായ ആ കർത്താവിന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം. അപ്പാ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ എന്നെ തന്നെ കരങ്ങളിൽ സമർപ്പിക്കുന്നു.
കർത്താവേ, രാത്രി നമ്മുടെ ഇടയിലെ വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. കർത്താവേ, അല്പ മിനിറ്റുകൾ ഞങ്ങൾ ദൈവസ്ഥനിലേക്ക് അടുത്തിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജനത്തിന്റെ മേൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ പകരണമേ. ഒരു അസാധാരണ പകർച്ച ഞങ്ങളുടെ മേൽ നൽകിയാട്ടെ. ആരാധനയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം വചനത്തിനകത്തും വെളിപ്പെടട്ടെ കർത്താവേ. ആരാധനയിൽ വെളിപ്പെട്ട പകർച്ച യേശുവിന്റെ നാമത്തിൽ വചനത്തിനകത്തും വെളിപ്പെടട്ടെ. ഈ 12-ാം മാസം ഞങ്ങൾ എത്തി നിൽക്കുമ്പോ ഈ ജനം വിടുതൽ അനുഭവിക്കേണ്ട സകല മേഖലകളും യേശുവിന്റെ നാമത്തിൽ എവരി ഡോറുകളെ ഞങ്ങൾ ഓപ്പൺ ആക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്താട്ടെ. വഴികൾ തുറക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമുള്ള എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. അല്പസമയത്ത് വചനചിന്തയ്ക്കായിട്ട് വേഗത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. 118-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 118-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ആന്റി. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ആമേൻ. ഈ 12-ാം മാസം അവസാന ദിവസങ്ങളിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ കർത്താവിന് നിങ്ങളോട് പറയാനുള്ളൊരു പ്രവചന ശബ്ദമാണ്. യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. വായി തുറന്നത് പറഞ്ഞാട്ടെ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ആരും എൻ്റെ പക്ഷത്തില്ലെങ്കിലും, ഈ ലോകത്തുള്ള ആരും എൻ്റെ പക്ഷത്തില്ലെങ്കിലും യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. അത് മതി ദൈവമക്കളെ, അത് മതി. ഹല്ലേലൂയ. ആരും നിങ്ങളുടെ പക്ഷത്ത് കാണത്തില്ല. നിങ്ങൾ പക്ഷത്ത് കാണുമെന്ന് ചിന്തിച്ചവരും, നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് കരുതിയവരും, ചേർത്ത് പിടിക്കുമെന്ന് കരുതിയവരും എല്ലാം ഹല്ലേലൂയ നിങ്ങളുടെ പക്ഷത്തു നിന്നും മാറിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ അകന്നു പോകും. ഒരു പ്രതികൂലം വരുമ്പോൾ നിന്നെ ഇട്ടിട്ട് മാറിപ്പോകും. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിന്നെ താങ്ങാൻ ആരും കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൈമാറുകയാണ്. യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. നിന്റെ ഏത് പ്രതികൂലത്തിനകത്തോ, നിന്റെ ഏത് പ്രതിസന്ധിക്കകത്തോ, നിന്റെ ഏത് രോഗത്തിന്റെ അവസ്ഥയ്ക്കകത്തും, നീ ഏത് തകർച്ചയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോയാലോ, മുന്നോട്ട് കാലെടുത്ത് വെക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോയാലോ, സ്വർഗമേ രാത്രി കൈമാറുന്നു. യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് വെളിപ്പാടുള്ള ദൈവവചനം ഒന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ ഈ പ്രതികൂലം കണ്ട് പേടിക്കത്തില്ല. ഞാൻ ഈ പ്രതിസന്ധി കണ്ട് പേടിക്കത്തില്ല. ഞാൻ ഈ കഷ്ടത കണ്ട് പേടിക്കത്തില്ല. ഈ പ്രതികൂലത്തിന് എന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ആരും എന്റെ പക്ഷത്തില്ലെങ്കിലും യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഓ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതികൂലത്തിനകത്താണോ ഇരിക്കുന്നത്? ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങുക, ഞാൻ പേടിക്കത്തില്ല. ഈ പ്രശ്നം എന്നെ മുക്കത്തില്ല. ഈ പ്രശ്നം കൊണ്ട് ഞാൻ പേടിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? യഹോവയായി എൻ്റെ പക്ഷത്തുള്ളത്. ആമേൻ, ഹല്ലേലൂയ. യഹോവ എൻ്റെ പക്ഷത്തുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പേടിക്കത്തില്ലാത്തത്. കാരണം ഹല്ലേലൂയ, മറ്റുള്ള ആരെങ്കിലും ഒരുപക്ഷെ ഞാൻ പേടിക്കും. എനിക്ക് പേടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കാരണം മനുഷ്യൻ സഹജമാണ്. കാരണം പേടി. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ പേടിക്കത്തില്ല. പേടി, ഭയം, ഇതൊക്കെ പിശാചിന്റെ ഭയങ്കര ഒരു കെണിയാണ് കേട്ടോ. പിശാച് കൊണ്ടുവരുന്ന വലിയൊരു പദ്ധതിയാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രതികൂലം കൊണ്ടുവന്ന്, എന്തെങ്കിലും ഒരു പ്രതിസന്ധി കൊണ്ടുവന്ന് നിന്നെ അങ്ങ് പേടിപ്പിക്കുക. ഈ ഭയം വന്നു കഴിയുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവത്തിലുള്ള വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ഭയം അകത്ത് കയറി, ഇത് നിനക്കകത്തേക്ക് കയറി വരുമ്പോൾ പലപ്പോഴും ഈ ഭയം നിന്നെ വലിയൊരു നിരാശയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിലുള്ള നിന്റെ ആശ്രയത്തെ, ദൈവത്തിലുള്ള നിന്റെ വിശ്വാസത്തെ പലപ്പോഴും ചോദ്യം ചെയ്യുമ്പോൾ
ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് നിന്നെ മാറ്റുമ്പോ അകത്തു വെളിപ്പാടുള്ള ദൈവജനം പ്രാർത്ഥനാ മുറി കയറിയിട്ട് പറയടാ, യഹോവ എന്റെ പക്ഷത്തുണ്ട്, യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഏതു പ്രശ്നത്തിനകത്താ നിന്നെ ഭയപ്പെടുത്തുന്നത്, ഏത് പ്രതികൂലത്തിനകത്ത് കൊണ്ടിട്ടാ നിന്നെ ഭയപ്പെടുത്തുന്നത്? ഹല്ലേലൂയ. ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ രോഗമായിട്ടായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുത്തിയായിരിക്കാം നിന്നെ ഭയപ്പെടുത്തുന്നത്, ചിലപ്പോൾ മിനിസ്ട്രിക്കകത്തുകൂടെ അതിനകത്ത് പ്രതിസന്ധി ഇട്ടിട്ടായിരിക്കാം പലപ്പോഴും നിന്നെ ഭയപ്പെടുത്തുന്നത്. ഇന്നൊരു രാത്രി നിങ്ങൾ പറയണമേ, ഞാൻ പേടിക്കത്തില്ല. പിശാചേ, നീ ഏത് വലിയ പദ്ധതി എന്നെ തകർക്കാൻ നോക്കിയാലോ, പിശാചേ ഏത് വലിയ പ്രതികൂലം എനിക്കെതിരെ കൊണ്ടുവന്നിട്ടാലോ, എന്നെ തകർത്തു കളയാനുള്ള പ്ലാനുകൾ നീ ഉണ്ടാക്കിയാലോ, പ്രാർത്ഥിക്കുന്ന ഭക്തൻ പറഞ്ഞു തുടങ്ങ, ഞാൻ പേടിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ഭയങ്ങൾ ഈ രാത്രി പുറത്താകട്ടെ. ചില ഭയങ്ങൾ പിശാച് കൊണ്ടിട്ട, ചില ഭയങ്ങൾ പിശാച് കൊണ്ടിട്ട ചില പേടികൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ക്യാൻസൽ ചെയ്യുകയാ. ആവശ്യമില്ലാത്ത അനാവശ്യമായ പേടികൾ കൊണ്ടിട്ട്, അനാവശ്യമായ പേടിയെ കൊണ്ടിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തെ പരിശുദ്ധാത്മാവരോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ നിന്ന് നിന്റെ വിശ്വാസത്തെ മാറ്റുന്ന രീതിയിൽ കൊണ്ടിടുന്ന ഭയങ്ങൾ, പേടികൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ക്യാൻസൽ ആവട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും പറയണം, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ആമേൻ, ഹല്ലേലൂയ. മനുഷ്യനോട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കൂടെ നടക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാ, എൻ്റെ കൂടെ നടക്കുന്നത് കർത്താവാ. ഹല്ലേലൂയ. ഭയന്ന് ചൂരച്ചെടിയുടെ തണലിലിരിക്കുക. ഏതാ? ഇസബേലിന്റെ വാക്ക് കേട്ട് ഘോരം ഘോരം പ്രവചിച്ച പ്രവാചകൻ, ധൈര്യശാലിയായിട്ട് നിന്ന് ഹല്ലേലൂയ രാജാവിനോട് പ്രവചിച്ചവൻ, ആകാശത്തെ ഹല്ലേലൂയ മഴയെയോ ഒക്കെ കാറ്റിനെയൊക്കെ പിടിച്ചു നിർത്തിയ പ്രവാചകൻ ഇപ്പൊ എവിടെയാ? ഭയപ്പെട്ട് ഹല്ലേലൂയ ചൂരച്ചെടി തണലിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, എവിടെ പോയി? എവിടെ പോയി നിന്റെ വിശ്വാസം? എവിടെ പോയി നിന്റെ ധൈര്യം? ഈ 12-ാം മാസം ഏതെങ്കിലുമൊക്കെ പ്രതികൂലത്തിനകത്ത് ഭയന്ന് ഒളിച്ച് മാറിയിരിപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, ഭയപ്പെടാതെ. ആമേൻ, ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, യഹോവയുടെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു. ഞാൻ ആരെ ഭയപ്പെടും? ആമേൻ, ഹല്ലേലൂയ. എൻ്റെ വെളിച്ചം യഹോവയാ, എൻ്റെ രക്ഷ യഹോവയാ. ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ആമേൻ, ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വചനങ്ങളൊക്കെ നിങ്ങളുടെ അകത്തങ്ങ് കയറണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനം നമ്മൾ ഭക്ഷിക്കുന്നവരാകണം. കാരണം വചനം ഭക്ഷിച്ചാൽ വചനം നമ്മുടെ അകത്ത് കയറും. ഈ വചനം ചില പ്രതിസന്ധികൾക്കകത്ത് നമ്മൾ തകർന്നു പോകുന്ന സാഹചര്യം വരുമ്പോൾ ഈ വചനം നമ്മളെ ബലപ്പെടുത്തി നിർത്തും. എന്താ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, ചില വാക്കുകൾക്ക് മുന്നിൽ എവിടെയോ ക്ഷീണിച്ചിരിക്കുന്ന ചിലതിനെ ഇന്ന് കർത്താവ് ധൈര്യപ്പെടുത്തി പുറത്തു കൊണ്ടുവരികയാ കേട്ടോ. ചില വാക്കുകളോ റബല ചാല പ്രബന്ധരിയാതന, ചിലപ്പോൾ അത് പക്ഷെ ഒരു ഡോക്ടറിന്റെ വാക്ക് കേട്ടായിരിക്കും നീ ഇപ്പോൾ ഭയന്ന് കഴിയുന്നത്. ചില ഡോക്ടേഴ്സിന്റെ വാക്കുകൾ കേട്ടായിരിക്കാം, ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ടായിരിക്കാം ഇന്ന് നീ ഭയക്കുന്നത്. ചില പ്രതികൂലം വന്ന് നീ ഭയന്നിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവചിക്കുകയാ, പേടിക്കണ്ട, ഭയപ്പെടണ്ട. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ഈ മെഡിക്കൽ റിപ്പോർട്ടിന് നിന്റെ പ്രാണന് വിലയിടാൻ പറ്റത്തില്ലെന്ന്. കരമടിച്ച് അല്പ മിനിറ്റുകൾ കർത്താവിനൊന്ന് നല്ല മഹത്വം കൊടുത്താട്ടെ. ഒരു മെഡിക്കൽ റിപ്പോർട്ടിനോ നിന്റെ പ്രാണനെ തൊടാ, നിന്റെ പ്രാണന് വിലയിടാ, നിന്റെ ആയുസിനെ തൊടാ കഴിയത്തില്ല. ഞാൻ പറയട്ടെ, നിനക്ക് ആയുസ് തന്നത്, നിനക്ക് ആരോഗ്യം തന്നത്, നിനക്ക് വാക്തത്വം തന്നത്, നിനക്ക് നിയോഗം തന്നത് കർത്താവാണെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ടിനും വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ, പ്രാപിക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തോ. ഹല്ലേലൂയ.
ഇന്ന് സ്വർഗം കൈമാറുകയാണ്. കുഞ്ഞെ, ഈ പ്രതികൂലത്തിനകത്ത് യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്തോ പരിശുദ്ധാത്മാവിനെ അങ്ങനെ തന്നെ പിന്നെയും പിന്നെ നിർബന്ധിക്കുന്നു. ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ എടുത്തു വെച്ചിട്ട് പറ, യഹോവ എന്റെ പക്ഷത്തുണ്ട്. അത് കണ്ട് പേടിച്ചിരിക്കാനല്ല, അത് കണ്ട് ഭയപ്പെട്ടിരിക്കാനല്ല, അത് കണ്ട് നിരാശപ്പെടാനല്ല. ഇന്ന് രാത്രി അതിന്റെ മേലൊരു ജയം. ഓ ചൂടാലബലവ ചാലപ്രഭര അതര ജഗനഘടക റംധുരാധര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില അസാധാരണമായ ദൈവപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ജയത്തിൻ ജനത്തിന്റെ മേൽ ഇപ്പോൾ തുറക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി പ്രവചിച്ച മനുഷ്യനാണ്. പക്ഷെ ഒറ്റ സ്ത്രീയുടെ വാക്ക് കേട്ട് ഇപ്പൊ ഭയപ്പെട്ട് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒറ്റ വാക്ക്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ചില വാക്കുകൾക്ക് മുന്നിൽ ഭയന്ന് പേടിച്ചിരിക്കും. ഇന്ന് രാത്രി അതിനെ ഒന്ന് ജയിക്കാൻ തയ്യാറാണെങ്കിൽ, അടുത്തൊരു നിയോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ അടുത്തൊരു നിയോഗത്തിന് ഭയപ്പെട്ട് പേടിച്ച് വന്നിരുന്നിട്ട് പറയുകയാണേ, ഓ മതിയെന്ന്. ആമേൻ. അല്ലെങ്കിൽ മതി, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോ. അല്ലെങ്കിൽ എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോ. എനിക്ക് ഭയമാ, എനിക്ക് പേടിയാ, എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഭാഷ ഞാനങ്ങ് പറയുകയാണേ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ നിന്ന് പ്രവചിച്ച പ്രവചനം, കഴിഞ്ഞ നാളുകളിൽ ശക്തമായി നിന്നത്, കഴിഞ്ഞ നാളുകളിൽ പ്രതികൂലം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ നിന്ന ധൈര്യം എവിടെ പോയി? ഈ 12-ാം മാസം ഒന്ന് തിരിച്ചു പിടിക്കാൻ തയ്യാറാണ്. ഓ ഈ 12-ാം മാസത്തിൽ ഒന്ന് തിരിച്ചു പിടിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഞാൻ പേടിക്കത്തില്ല. 11-ാം മാസം വരെ നിന്നെ പേടിപ്പിച്ച്, നിന്നെ ഭയപ്പെടുത്തി, നിന്നെ നിരാശയിലാക്കി, നിന്നെ എവിടെയോ ഒളിപ്പിച്ചതില്ലേ? നിന്നെ ഒളിപ്പിച്ച് വെച്ചത് ആ മേഖലക്കകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി ഇന്ന് വ്യാപരിക്കുകയാ കേട്ടോ. നിന്നെ ദൈവം ധൈര്യത്തോടെ പുറത്തു കൊണ്ടുവരികയാ. അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, അടുത്തൊരു നിയോഗത്തിന് വേണ്ടി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ചില മാനുഷിക വാക്കുകൾ കേട്ട് ശുശ്രൂഷയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ ആരോ പരിശുദ്ധാത്മാവിനെ തൊടുന്നു. പരിശുദ്ധാത്മാവരോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചില മാനുഷിക വാക്കുകൾ കേട്ട് ശുശ്രൂഷയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ ചിലതിനെ ആത്മാവിന്ന് പുറത്തെടുക്കുകയാ. ഒരു നല്ല മെതിവണ്ടിയാക്കി ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരികയാ കേട്ടോ. നീ മനുഷ്യന്റെ വാക്ക് കേട്ട് ഭയക്കാനുള്ളതല്ല, മാനുഷിക വാക്കുകൾ കേട്ട് ഭയക്കാനുള്ളതല്ല. നിനക്കിനിയും ഓടാനുണ്ട്, നിനക്കിനിയും യാത്ര ചെയ്യാനുണ്ട്, ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട്. നിന്റെ ശുശ്രൂഷ കഴിഞ്ഞില്ല. ഒരു മനുഷ്യന്റെ വാക്കിനകത്ത് നിന്റെ ശുശ്രൂഷ തീരത്തില്ല. ഓ റിബലബര ഹദരഘടക ശുശ്രൂഷയെ തോൽപ്പിക്കാൻ ഒരുപക്ഷെ നിന്റെ വശത്ത് 1000 പേര് വരും, നിന്റെ വലതുവശത്ത് 10,000 പേര് വരും. പക്ഷെ അതൊന്നും നിനക്ക് മനുഷ്യന് നിന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിശാചിന് നിന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിന്റെ പക്ഷത്ത് യഹോവയുണ്ടെന്നേ. യഹോവ പക്ഷത്തുള്ള പത്രോസിനെ പിടിച്ചിപ്പോ എവിടെ വെച്ചിരിക്കുന്നേ? തടവറയ്ക്കകത്ത്. ആമേൻ. ഹല്ലേലൂയ. പത്രോസിനെ പിടിച്ചിപ്പോ തടവറയ്ക്കകത്ത് വെച്ചിരിക്കുക. യഹോവ പക്ഷത്തുള്ള മനുഷ്യനാ, യഹോവ നിയോഗം കൊടുത്ത മനുഷ്യനാ. പത്രോസേ, നീ പാറയാകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദത്തമുള്ള വലിയ നിയോഗമുള്ള മനുഷ്യനെ പിടിച്ചിപ്പോ എവിടെ വെച്ചിരിക്കുന്നത്? തടവറയ്ക്കകത്ത് പിടിച്ചിട്ടിരിക്കുക. പിശാചിന്റെ പദ്ധതി എന്തായിരുന്നു? ഹല്ലേലൂയ. നാളെ പത്രോസിന്റെ ചിരസിനെ ഛേദിച്ചു കളയോ, പത്രോസിനെ ഭൂമിയിൽ നിന്നില്ലാതെയാക്കും. പ്ലാൻ ചെയ്തു, പദ്ധതി ഒരുക്കി, തനിക്കെതിരെ എന്തെല്ലാം ചെയ്ത് പൂട്ടിയിട്ടാലും, ഏത് ചങ്ങല കൊണ്ട് നിന്നെ പൂട്ടിയിട്ടാലും യഹോവ നിന്റെ വശത്തുള്ളത് കൊണ്ട്, ഓ പത്രോസേ, നീ അതിനകത്ത് സുഖമായി ഉറങ്ങിക്കോ. പത്രോസേ, നീ അതിനകത്ത് സുഖമായി ഉറങ്ങിക്കോ.
വിളിക്കൂ. ആ കാരണം എന്താണെന്നറിയാമോ? കാരാഗ്രഹത്തിനകത്തു യഹോവ നിന്റെ പക്ഷത്തുണ്ട്. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴോ യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ചങ്ങല കൊണ്ട് ബന്ധിക്കുമ്പോഴോ യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ഒറ്റയ്ക്കായിരിക്കുന്ന സാഹചര്യത്തിലോ ഒറ്റക്കിരിക്കുന്ന അവസ്ഥക്കകത്തോ സ്വർഗം ഇന്ന് രാത്രി കൈമാറുകയാണ്. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് നീ സമാധാനമായിട്ട് ഇറങ്ങിക്കോ. മനുഷ്യന് നിന്നോടൊന്നും ചെയ്യാൻ മനുഷ്യരെ ബന്ധിച്ചിട്ടിരിക്കുന്നത്, ചങ്ങല കൊണ്ട് ബന്ധിച്ച് പുറത്തു കടക്കുവാൻ കഴിയാതെ, പുറലോകം കാണുവാൻ പോലും കഴിയാതെ, പുറത്തു വരുവാൻ കഴിയാതെ താൻ നിരാശയിൽ ഒരു പക്ഷെ ഞാനങ്ങ് ചിന്തിക്കുകയാണ്, ഭയങ്കര വേദന സങ്കടത്തിലൊക്കെ ആണെന്ന ഇവരെല്ലാം ചിന്തിക്കുന്നത്. പൈശാചിക മണ്ഡലവും മനുഷ്യനൊക്കെ ചിന്തിക്കുന്നതാണ്. പത്രോസ് ഭയങ്കര നിരാശയിലായിരിക്കും, ഭയങ്കര വേദനയിലായിരിക്കും. നാളെ പത്രോസ് പക്ഷേ ആ പ്രതികൂലത്തിനകത്തും പത്രോസ് തടവറയിൽ എങ്ങനെയാ കിടന്നത്? എങ്ങനെയാ കിടന്ന ദൈവമക്കളെ? ഹാലേലിയ. ഞാൻ ചോദിക്കട്ടെ, ഇതാ ദൈവത്തിന്റെ കൃപ, ഇതാ ദൈവത്തിന്റെ കൃപ, ഇതാ ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് പ്രതികൂലത്തിനകത്തും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹാലേലിയ. കാരാഗ്രഹത്തിനകത്തു ഈ അകത്തു വെളിപ്പാട്, വെളിപ്പാടുള്ള പത്രോസ് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാ, പ്രതികൂലത്തിനകത്തോ പ്രതിസന്ധിക്കകത്തോ കാരാഗ്രഹത്തിനകത്തോ ഒറ്റയ്ക്കായിരുന്ന സാഹചര്യത്തിലോ ഭയമില്ലാതെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ദൈവത്തിന്റെ കൃപ. അല്പമിനിറ്റുകൾ അന്യഭാഷയൊന്ന് മഹത്വം കൊടുത്തോട്ടെ. ചില പ്രതികൂലത്തിനകത്തൊക്കെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് ചിലരുടെ മേൽ അസാധാരണമായി കൈമാറുന്നു. അസാധാരണമായി കൈമാറുന്നു. അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച, അഭിഷേകത്തിന്റെ വലിയൊരു സാന്നിധ്യം കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഈ ഹെരോദാവിന് അറിയത്തില്ല പത്രോസിനെ പിടിച്ചിട്ടാൽ പത്രോസിന്റെ പക്ഷത്ത് യഹോവയുണ്ട്, പത്രോസിനെ രക്ഷിക്കാൻ ഇറങ്ങി വരുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ എന്താ പറയുന്നത്, അതിനകത്ത് നിന്ന് കാരാഗ്രഹത്തിനകത്ത് നിന്ന് ഒരു പിടിച്ചിട്ടയാള് സ്വതന്ത്രമായി പോയ ചരിത്രം കേട്ട് നടന്നിട്ട് പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ട് പോലും കാണത്തില്ല. പക്ഷെ നോക്കിക്കേ, ആരും അഴിക്കാതെ ആരും ചെന്ന് ഇതിൻ്റെ കഴിക്കാതെ എങ്ങനെ ഇതൊക്കെ എനിക്കറിയത്തില്ല. ആരും അഴിക്കാതെ അത്രയും വലിയ ലോക്ക് പൊട്ടി പത്രോസ് പുറത്തു വരണമെങ്കിൽ ആ പത്രോസിന്റെ കൂടെ യഹോവ പക്ഷത്തുള്ളത് കൊണ്ടല്ലേ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏത് കെട്ടി നിന്നെ പിശാച് പൂട്ടിയിട്ടാലോ, ഏത് കാരാഗ്രഹത്തിനകത്ത് നിന്നെ ഒളിപ്പിച്ചാലോ, നിന്റെ നിയോഗം തീർന്നെന്ന് പറഞ്ഞ്, നിന്റെ ശുശ്രൂഷ കഴിഞ്ഞെന്ന് പറഞ്ഞ്, നിന്റെ വാഗ്ദത്തം തീർന്നെന്ന് പറഞ്ഞ് അഭിഷേകത്തിനെ ഏത് പദ്ധതി പിശാച് ഒരുക്കിയാലോ, ഞാൻ പറയാ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ സ്വതവേ തുറന്നെങ്കിൽ, ദൂതൻ ഇറങ്ങിയെങ്കിൽ ആത്മാവ് രാത്രി കൈമാറുന്നു. ചിലതിന്റെ ഡോറുകൾ സ്വതവേ തുറക്കുന്നു. അഭിഷേകത്തിനെ ദൂത് പരിശുദ്ധമോ കൈമാറുന്നു. ചില വാതിലുകൾ ദൈവം സ്വതവേ തുറക്കുന്നു. സ്വതവേ തുറക്കുന്നു. കാരാഗ്രഹത്തിനകത്തു നിന്ന്, ഒതുക്കപ്പെട്ട മേഖലക്കകത്തു നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് ദൈവം ഈ രാത്രി പുറത്തു കൊണ്ടുവരുന്നു.
കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടവർക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താ സംഭവിച്ചത്. ഇറങ്ങി വന്ന പത്രോസിന് പോലും മനസ്സിലായില്ല. പത്രോസ് വെളിയിൽ വന്നിട്ട് ചിന്തിക്കുകയാണ്, സ്വപ്നം കണ്ടതുപോലെ ഇത് നടന്നെന്ന്. ആമേൻ. കാരണം എന്താ? അത്രയ്ക്ക് വലിയ കാവല നിന്നിരുന്നത്, അത്രയ്ക്ക് വലിയ ചങ്ങല അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂട്ടൊക്കെ പൂട്ടി. കാരണം പത്രോസ് ഒരു തരത്തിലും പുറത്തു പോകരുതെന്നുള്ള ചിന്തയിൽ കൊണ്ടിട്ടിരിക്കുക. അകത്തോട്ട് ആർക്കും കയറി വന്ന് രക്ഷിക്കാൻ പറ്റത്തില്ല. അകത്തോട്ട് ഒരുപറ്റം സഭയിൽ ആൾക്കാരുണ്ട്, അവർക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ, അങ്ങേ തലക്കലിരുന്ന് നിലവിളിക്കാനേ കഴിയത്തുള്ളൂ, അങ്ങേ തലക്കലിരുന്ന് കണ്ണുനീരൊഴുക്കാനേ കഴിയുന്നുള്ളൂ. കൂടെ ഇറങ്ങി വന്ന് പത്രോസിന് വേണ്ടി പത്രോസിനെ രക്ഷിക്കാൻ അവർക്കൊരു മാർഗവുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, കരയുന്ന നിലവിളിക്കുന്ന ദൈവ നിയോഗമുള്ള ഭക്തന് വേണ്ടി ആർക്കും ഇറങ്ങാൻ പറ്റാത്ത ഏരിയയിൽ, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത മേഖലയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചൊരു ദൂത് പറയട്ടെ, ആർക്കും നിന്നെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത മേഖലകൾ, മനുഷ്യർക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത മേഖലകൾ, നിന്റെ സമ്പത്ത് കൊണ്ട് രക്ഷിക്കാൻ പറ്റാത്ത മേഖലകൾ, നിന്റെ ആരോഗ്യം കൊണ്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മേഖലകളിൽ ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ. കാരണം എന്താണെന്നറിയാമോ? യഹോവ പക്ഷത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യഹോവ പക്ഷത്തുള്ളത് കൊണ്ട് പത്രോസേ, നിന്റെ ശുശ്രൂഷ തീരാതെ, നിന്റെ ശുശ്രൂഷ അവസാനിക്കാതെ ഒരു ശക്തിക്കും നിന്റെ പ്രാണനെ തൊടാൻ പറ്റത്തില്ലോ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആരോടെ വിളിച്ച് കൈമാറുകയാ. ചില ശുശ്രൂഷകൾ തീരാതെ, ചില നിയോഗങ്ങൾ കഴിയാതെ, പാതി വഴിയിൽ വെച്ച് നിന്റെ നിയോഗത്തെ നശിപ്പിക്കാൻ നോക്കുന്ന, പാതി വഴിയിൽ വെച്ച് നിന്റെ നിയോഗങ്ങളെ തീർക്കാൻ നോക്കുന്ന ആ ശക്തികളെ നോക്കി ഇന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം വിളിച്ച് പറയണം, പിശാചേ, നീ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു പ്രതികൂലത്തിനകത്ത് ഞാൻ പേടിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? യഹോവ എന്റെ പക്ഷത്തുണ്ട്. അതേ സങ്കീർത്തനം തന്നെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നേ, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി. അവർ തേനീച്ച പോലെ. തേനീച്ചയുടെ അവസ്ഥ നിങ്ങളും ചിന്തിക്കുക. ഒരു തേനീച്ചക്കൂടിനകത്ത് നിന്ന് തേനീച്ചകൾ പറന്നു വന്നാൽ അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ആമേൻ. ഹല്ലേലൂയ. സാധാരണ നിലയിലൊന്നും നിന്നാൽ അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ വചനം ഇങ്ങനെ പറയുന്നേ, അതുപോലെ നിനക്കെതിരെ പിശാച് പദ്ധതികൾ ഒരുക്കി തേനീച്ച പോലെ നിന്നെ വളഞ്ഞു വന്നാലോ, തേനീച്ച പോലെ നിന്നെ തകർക്കാൻ വന്നാലോ, അതുപോലെ ഇറങ്ങി വന്നാലോ, നിനക്കെതിരെ 4 സൈഡ് പ്രതികൂലം കൊണ്ട് നിന്നെ അകപ്പെടുത്തി കളഞ്ഞാലോ, ഇന്നൊരു രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, മുൾത്തി പോലെ നിന്റെ പ്രതികൂലങ്ങൾ ഈ രാത്രി കെട്ടുപോകുന്നെന്ന് ഞാൻ പറഞ്ഞ. നാല് സൈഡും കൊണ്ടുവരുന്ന പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി മുൾത്തി പോലെ കെട്ടുപോകുന്നു. ചില കുടുംബങ്ങളിൽ ഞാൻ ആ കാഴ്ച കാണുന്നു, ചില കുടുംബങ്ങളിൽ ഞാൻ ആ കാഴ്ച കാണുകയാ. ചിലർ മുൾത്തി പോലെ കെട്ടുപോകുന്നു. ചില പ്രതികൂലങ്ങൾ മുൾത്തി പോലെ, ചില രോഗങ്ങൾ മുൾത്തി പോലെ, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ മുൾത്തി പോലെ ഈ രാത്രി കെട്ടുപോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഈ ചുറ്റി വളയുന്നതിനെ മുൾത്തി പോലെ
ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ കരുതല്. ഹല്ലേലൂയ. കാരണം യഹോവ പക്ഷത്തുണ്ടെങ്കിൽ, യഹോവ നിന്റെ കൂടെ നടന്നാൽ ഏത് പ്രതിസന്ധിക്കകത്തും നീ പുറത്തു വരും. കാരണം നിന്റെ പക്ഷത്ത് നടക്കുന്ന യഹോവയാ, നിന്റെ കൈ പിടിച്ച് നടത്തുന്നത് യഹോവയാ. ദാനിയേലിനെതിരെ രേഖകളെല്ലാം എഴുതി, ദാനിയേലിനെതിരെ രേഖകൾ മുഴുവൻ പ്രതികൂലമാക്കി തിരുത്തി ഇപ്പൊ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഭക്തൻ ഇതൊന്നും കണ്ട് ഭയപ്പെട്ടില്ല കേട്ടോ. ഇതൊന്നും കണ്ട് ഭയപ്പെട്ടില്ല. രാജാവ് എന്തെല്ലാം രേഖ എനിക്ക് വേണ്ടി എഴുതിയാലും, രാജാവ് എന്തെല്ലാം രേഖ എനിക്കെതിരെ ഉണ്ടാക്കിയാലും, ഞാൻ ഡെയിലി ചെയ്തു വന്നത് അതിനൊരു മുടക്കം ഞാൻ വരത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതികൂലം വരുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കാതിരിക്കരുത്. പ്രതിസന്ധി വരുമ്പോൾ നിലവിളിക്കാതിരിക്കരുത്. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞു, സിസ്റ്ററെ ഹല്ലേലൂയ ഭയങ്കര പ്രതികൂലം, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല, ഭയങ്കര പ്രതിസന്ധിയാ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല, ഹല്ലേലൂയ എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, പ്രതികൂലത്തിൻ്റെ നടുവിലും നോക്കിക്കേ, ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്രയും വലിയ പ്രതികൂലമൊന്നും നമുക്ക് വന്നില്ലല്ലോ. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഷാറബാല പ്രവാരിയാദന ആ ഒരു സാഹചര്യത്തിനകത്തും താൻ എന്താ ചെയ്തത്? താൻ ഡെയിലി ചെയ്തു വന്നതുപോലെ, താൻ ദൈനംദിനം ചെയ്തു വന്നതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് ഒരുപോലെ നിലവിളിക്കുക കേട്ടോ. ഹല്ലേലൂയ. നിലവിളിക്ക് മുന്നില് ദാനിയേലേ, നെബൂഖദ്നേസറിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം യഹോവ നിന്റെ പക്ഷത്താ, നെബൂഖദ്നേസറിന്റെ പക്ഷത്തല്ല. ദാനിയേലേ പിശാചിന്റെ പക്ഷത്തല്ല, യഹോവ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പക്ഷത്താ. എന്തോ പരിശുദ്ധാത്മാവ് അവനോട് അങ്ങനെ തന്നെ പറയുന്നു. നിനക്കെതിരെ അപവാദങ്ങൾ പറയുമ്പോ, നിനക്കെതിരെ ഇല്ല കഥകൾ പറയുമ്പോ, നിനക്കെതിരെ കള്ള കേസുകൾ ഉണ്ടാക്കുമ്പോ, നിനക്കെതിരെ ഹല്ലേലൂയ കുറ്റാരോപണങ്ങൾ നടത്തുമ്പോ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ യഹോവ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പക്ഷത്ത്. പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പക്ഷത്താ യഹോവയുള്ളത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പക്ഷത്താ യഹോവയുള്ളത്. അതുകൊണ്ടാണ് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പറയാറുണ്ട്, ഒരു കൂട്ടിനകത്ത് അഭിഷേകത്തിനെ സിംഹവും ദാനിയേലും ഒരു രാത്രി കിടന്നെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ നിങ്ങള്. ഹല്ലേലൂയ. ഒരു കൂട്ടിനകത്ത് സിംഹം ഒരു സൈഡിൽ. ഞാനങ്ങ് ചിന്തിക്കുകയാണ്, അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി കിടക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നലെ വരെ ഈ സിംഹത്തിന്റെ ചരിത്രം, അതിനകത്ത് വീണ സകല എണ്ണത്തെയും കടിച്ചു കീറി അവനെ കൊന്ന ചരിത്രമാ. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുന്നേ, ഹല്ലേലൂയ ദാനിയേലിനെ ഹല്ലേലൂയ കണ്ടപ്പോൾ മുതലേ ഹല്ലേലൂയ ഭക്തൻ അങ്ങോട്ട് ചെല്ലുമ്പോ, ദാനിയേലിനെ കാണുമ്പോ ഹല്ലേലൂയ ഹല്ലേലൂയ സിംഹത്തിനൊന്നും ചെയ്യാൻ പറ്റാതെ ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങിയെങ്കിൽ ഈ രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ഏതു വലിയ പ്രതിസന്ധിക്കകത്തോ, ഏതു വലിയ പ്രതികൂലത്തിനകത്തോ നീ പേടിക്കണ്ട. നിന്റെ പക്ഷത്ത് ഹല്ലേലൂയ യഹോവയുണ്ട്. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്യണം. ഇന്ന് വരെ നീ എന്താണോ ദൈവസന്നിധിയിൽ ചെയ്തത്, എന്താണോ ചെയ്ത് വന്നുപോയത്, ഹല്ലേലൂയ നിരന്തരം മുടങ്ങാതെ ഹല്ലേലൂയ കുറച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ 2024 പ്രാർത്ഥിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ 2025 കർത്താവ് തരുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ബൈബിളുകൾ വായിക്കണം. ഹല്ലേലൂയ ആരാധനകൾക്ക് കൂടുതൽ ഉത്സാഹം കാണിക്കണം. മീറ്റിങ്ങുകൾക്ക് കൂടുതൽ ഉത്സാഹം കാണിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു ഫേവർ നമ്മുടെ അകത്ത് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന് നമ്മളോട് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അല്ല, ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കർത്താവിന് കൊടുക്കുന്ന പ്രതികരണം,
ആമേൻ, ഹല്ലേലൂയ. കുറച്ച് സാമ്പത്തികം കൊണ്ടോ കുറച്ച് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാട്ടിലുപരി നമ്മൾക്ക് കർത്താവിനോടുള്ള നിന്റെ ആരാധന, നിന്റെ പ്രാർത്ഥന, നിന്റെ വചന ധ്യാനം, ഹല്ലേലൂയ, നീ ദൈവത്തോടുള്ള മനോഭാവം, ഹല്ലേലൂയ. ഈ പ്രതികൂലം വരുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ ദാനിയേലിന്റെ സ്ഥാനത്ത് എന്നേ ഈ ബൈബിള് മടക്കി വെച്ചിട്ട് പറഞ്ഞേനെ, ഞാൻ ഈ വിശ്വാസത്തിലേ അല്ലെന്ന്. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ഭക്തൻ എന്താ ചെയ്തേ? ഇനി മരിക്കേണ്ടി വന്നാലും ഓ ഷാറബൽ ഹദരജാല പ്രബന്ധന ഹാല സിംഹം എന്നെ കടിച്ച് കീറിയാലും ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാം എന്ത് വന്നാലും വരട്ടെ, ഇന്നലെ വരെ എന്നെ നടത്തിയ ദൈവം ഇനിയും എന്നെ നടത്തുമെന്നേ അഭിഷേകൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇനി മേലാലും ദൈവം നമ്മളെ നടത്തും. ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രതികൂലത്തിനകത്ത് നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാൻ പറയട്ടെ, നീ അതിനകത്തേക്ക് ഇറങ്ങി പോകുമ്പോ നീ അറിയാതെ ഒരു അദൃശ്യകര, നീ അറിയാതെ ഒരു അദൃശ്യ സാന്നിധ്യം, നീ അറിയാത്തൊരു ദൈവ സാന്നിധ്യം ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നെങ്കിൽ ചൂടാലാബാല ശാലപ്രവാരിയ വൈഡാരകൽക്കനാഥ അതരാധാല പ്രബന്ധുരിയാദന. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് പറയാം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ആമേൻ. ഇനി മുതൽ നമ്മളും അത് പറയും, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഈ പ്രതികൂലത്തിനകത്ത് യഹോവ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. യഹോവ എന്നെ ഹല്ലേലൂയ എന്നെ 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 ഹല്ലേലൂയ ഒറ്റയ്ക്ക് വിടത്തില്ല. അതുകൊണ്ടല്ലേ സംഗീതം 23 പറഞ്ഞു, കൂരിന് താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. കൂരിന് താഴ്വരെ കൂടി ഒരുപക്ഷെ നീ നടന്നൊക്കെ പോകും. ഹല്ലേലൂയ, നടന്നു പോകുന്ന സാഹചര്യമൊക്കെ നിനക്കുണ്ടാകും. നാലാം യാമമൊക്കെ ചിലപ്പോൾ നിന്റെ ലൈഫിനകത്ത് വന്നെന്നിരിക്കോ. ഹല്ലേലൂയ, സകലവും നഷ്ടപ്പെട്ടോ എന്ന് തോന്നുന്ന, ഞാൻ മുങ്ങിപ്പോകുമോ എന്ന് തോന്നുന്ന അവസ്ഥയൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു സാഹചര്യത്തിൽ വന്നെന്നിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ആ നാലാം യാമത്തെ കണ്ട് ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമില്ലേ. ആ നാലാം യാമത്തിൽ നിനക്ക് കരം തന്ന് നീ മുങ്ങിപ്പോകാതെ, മറ്റുള്ളവരുടെ മുന്നില് നിന്റെ തല കുനിയാതെ, മറ്റുള്ളവരുടെ മുന്നില് നീ പരിഹാസിയായി പോകാതെ, നിന്റെ കുടുംബം തകർന്നു പോകാതെ ഹല്ലേലൂയ ദൈവം നിന്നെ നിലനിർത്താൻ ഇറങ്ങി വരുമെന്ന്. പക്ഷെ ചിലപ്പോൾ ചില പ്രതികൂലങ്ങളോ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും, ചെറിയ ചെറിയ സാഹചര്യങ്ങളൊക്കെ വന്നെന്നിരിക്കാം. പക്ഷെ ഹല്ലേലൂയ ആത്മാവിൽ അതിനെയൊക്കെ ഒന്ന് ജയിക്കണം. ഈ പ്രതിസന്ധി വരുമ്പോൾ ആത്മാവിൽ ഇതെല്ലാം നമുക്ക് പ്രാർത്ഥനയാലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്തോ 2024 നമ്മളിൽ നിന്ന് പോകാൻ കുറച്ച് ദിവസങ്ങളെ മാത്രമുള്ളൂ. ഒന്നോ രണ്ടോ ആഴ്ചകൾ കൂടെ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഒന്നുകൂടെ നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കണം. ഒന്നുകൂടെ ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ മാറി, ഇത് ദാനിയേൽ ചെയ്തതുപോലെ മാറി ഒന്നുകൂടെ. അപ്പം ഈ പ്രതിസന്ധിക്കകത്ത് നീ അല്ലാതെ എന്നെ വേറെ എനിക്ക് സഹായിക്കുവാൻ വേറെ ആരുമില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തയ്യാറുള്ള ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ള ദൈവജനത്തിനു വേണ്ടി ഞാൻ പറയട്ടെ, നീ പാമടക്കുന്നതിന് മുന്നേ അവിടെ ദൂതൻ ഇറങ്ങും. ആമേൻ, ഹല്ലേലൂയ. നീ പാമടക്കുന്നതിന് മുന്നേ ദൂതൻ ഇറങ്ങുമെന്നേ. നീ പാമടക്കുന്നതിന് മുന്നേ കർത്താവിന്റെ പ്രവൃത്തി അവിടെ നടക്കുമെന്നേ. ഈ ബൈബിൾ നമ്മൾ ആരംഭത്തിൽ മുതൽ വായിച്ചു തുടങ്ങിയ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങൾ, ഇതിനകത്ത് നടന്നിരിക്കുന്ന അത്ഭുതങ്ങൾ, ഇസ്രായേൽ ജനത്തിനു വേണ്ടി എത്ര വലിയ അത്ഭുതമാ ദൈവം ചെയ്തു കൊടുത്തത്. ആ പ്രതികൂലത്തിനകത്തോ പ്രതിസന്ധിക്കകത്തു നിന്നോ അവരെ എത്ര അതിശയകരമായിട്ടാ ദൈവം പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവരുടെ പക്ഷത്തെ യഹോവയുള്ളത് കൊണ്ട് ഫറവോന്റെ ശക്തിക്ക് അധിക കാലം ജനത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ പിടിച്ചു നിർത്തുവാൻ അവരെ തകർത്ത് കളയുക ഒത്തിരി പ്രതികൂലത്തിനകത്തുകൂടെ കടത്തിവിട്ടു, പ്രതിസന്ധിക്കകത്തുകൂടെ കടന്നുപോയി. എങ്കിലോ ഹല്ലേലൂയ അവസാന ജയം ദൈവത്തിന്റെ മക്കൾക്കുള്ളതാ. അവസാന വിജയം ദൈവ ജനത്തിനുള്ളതാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പിശാച് 2024 14 മാസം വരെ നിന്നെ തകർക്കാൻ നോക്കിയെങ്കിൽ ഹല്ലേലൂയ ഞാൻ പറയാം ദൈവമക്കളെ, അവസാന വിജയം നിനക്കുള്ളതാ. ഹല്ലേലൂയ. തകർക്കാൻ നോക്കിയതല്ലേ ഉള്ളു, തകർന്നില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. തകർക്കാൻ നോക്കിയതേ ഉള്ളു, തകർന്നില്ല. ആമേൻ,
കാരണം തകരാത്തത് എന്താണെന്നറിയാമോ? യഹോവ നിന്റെ പക്ഷത്തുള്ളത് കൊണ്ടാ. മിനി മാത്യു ആന്റി, യഹോവ പക്ഷത്തുള്ളത് കൊണ്ടാ തകരാതെ ഇന്നും ഇരിക്കുന്നത്, ഉടയാതെ ഇന്നും ഇരിക്കുന്നത്, ആരോഗ്യത്തോടെ ഇന്നും നിർത്തുന്നത്. എന്തോ പരിശുദ്ധാത്മാവരോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. അപകടങ്ങൾ, അനർത്ഥങ്ങൾ കൺമുൻപിൽ പലപ്പോഴും വന്നിട്ടും ഓരബല ജാല പ്രബന്ധരാധന തകർക്കുവാൻ ദൈവത്തിന്റെ ദൈവിക പദ്ധതി നിന്റെ അകത്തുള്ളത് കൊണ്ട്, നിന്റെ കുടുംബത്തിന്റെ മേൽ അതുള്ളത് കൊണ്ട് പിശാചിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന്. പിശാചിന് നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ പക്ഷത്ത് യഹോവയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യഹോവയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഒന്നുകൂടി 12ാം മാസം ഉറപ്പിക്കുകയാ. ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, എന്തോ ഭയങ്കര നിയോഗത്തെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. ഹല്ലേലൂയ, ചിലരുടെ പക്ഷത്ത് യഹോവ ഇരിക്കുന്നു. ചിലരുടെ പക്ഷത്ത് യഹോവയുണ്ടെന്ന്. ആരും എനിക്കില്ലെന്ന് പറയുന്നവരുടെ മേഖലയിൽ, ആരും എനിക്കില്ലെന്ന് പറയുന്നിടത്ത് യഹോവ എന്റെ പക്ഷത്ത്. നിനക്ക് വേണ്ടി സംസാരിക്കുക. ലോകത്തിൽ ആരും ഒരുപക്ഷെ കാണത്തില്ല. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലെങ്കിലും യഹോവ നിന്റെ പക്ഷത്ത്. ഈ മനുഷ്യർ പക്ഷത്ത് വന്നാല് ചില സാഹചര്യത്തിൽ മനുഷ്യർ പക്ഷം ചേരും. നല്ല സമയമൊക്കെ ആകുമ്പോൾ മനുഷ്യർ നമ്മുടെ പക്ഷത്തൊക്കെ വരും. പക്ഷെ അല്പം മോശ സമയത്തിലേക്ക് വരുമ്പോൾ പക്ഷത്ത് നിന്നവരൊക്കെ പാതി വഴിയാകുമ്പം വിട്ടിട്ട് പോകും. ആമേൻ, ഹല്ലേലൂയ. പാതി വഴിയാകുമ്പം വിട്ടിട്ട് പോകും. ഹല്ലേലൂയ. നല്ല നിലയിൽ ഹല്ലേലൂയ കയറി വരും. ഹല്ലേലൂയ. നല്ലതെന്ന് പറയാൻ എല്ലാവരും കാണും. പക്ഷെ ഒരു സീസൺ കഴിയുമ്പോൾ നീ പ്രയോജനപ്പെടുമെന്ന് തോന്നുമ്പോൾ നിന്നെ പറിച്ചു കളയാനും, നിന്നെ ഉടച്ചു കളയാനും, നിന്നെ തകർക്കാനും ഹല്ലേലൂയ മനുഷ്യനും പിശാചും ഒരുപോലെ പദ്ധതി ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യഹോവ നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് നീ തകരത്തില്ല. യഹോവ നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് നീ തകരത്തില്ല. അതുകൊണ്ടല്ലേ 4ാം യാമത്തിൽ ഇറങ്ങി വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. കൂടെയുള്ള എല്ലാവരും പറഞ്ഞു കാണും, എന്നാ എടുത്തുചാട്ടമാ കാണിച്ചത്? ഒറ്റയ്ക്ക് ചാടി ഇറങ്ങി. ഹല്ലേലൂയ. എടുത്തുചാട്ടമല്ലേ കാണിച്ചത്? ഹല്ലേലൂയ. എടുത്തുചാട്ടമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും ഹല്ലേലൂയ മുങ്ങാതെ ജാലപ്രബന്ധന മുങ്ങുമെന്ന് തോന്നിയതേ ഉള്ളു. ആടി ഉലഞ്ഞതേ ഉള്ളൂ. ഒറ്റയ്ക്കാപ്പ ഹല്ലേലൂയ. ഇതിനകത്ത് കൂടെ ഹല്ലേലൂയ ഞാൻ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച ആ ടൈമിങ്ങിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക, കരം പിടിച്ച. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? നിന്റെ പക്ഷത്ത് യഹോവയുണ്ട്. ഒന്നുകൂടെ ദൈവമക്കളെ ദൈവം ഈ രാത്രി ഉറപ്പിക്കുകയാ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അഭിഷേകത്തിന് ഏകദേശം ഒത്തിരി ദിവസം മുന്നേ ഈ മീറ്റിങ്ങുകൾക്ക് ഡേറ്റ് സാധാരണ തരും. അന്ന് മുതൽ പ്രാർത്ഥിച്ചു ഈ വചനത്തെ കർത്താവ് ഇന്ന് രാത്രി എൻ്റെ അകത്ത് തന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവ് ഈ വചനം ജീവിതങ്ങൾക്ക് വിടുതലായി തീരണം. ഹല്ലേലൂയ. ആരും പക്ഷത്തില്ലെന്ന് പറഞ്ഞ്, ആരുമില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരോ ഇന്ന് രാത്രി പരിശുദ്ധമായി ശക്തമായി തൊടുകയാ. ആത്മാവ് ശക്തമായി തൊടുന്നു. ഹല്ലേലൂയ. മനുഷ്യരില്ലെങ്കിലും യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. മനുഷ്യർ വേണ്ട. ആമേൻ. മനുഷ്യർ വേണ്ട. ഹല്ലേലൂയ. യഹോവ മതി ദൈവമക്കളെ. ഹല്ലേലൂയ. മനുഷ്യർ പറയും ഹല്ലേലൂയ കൊള്ളത്തില്ല, ഹല്ലേലൂയ അല്ലെങ്കിൽ പറ്റത്തില്ല, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, നിന്നെ നിയോഗത്തിൽ കയറി വരാൻ പറ്റത്തില്ല, ശുശ്രൂഷ നീ കയറത്തില്ല. പക്ഷെ കർത്താവ് പറയും, കുഞ്ഞെ ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്ക്, നിന്നെ ഞാൻ ഉപയോഗിക്കും, നിന്നെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി ടൈമാകുമ്പോ നിനക്ക് വേണ്ടി തമ്പുരാൻ വെളിപ്പെടുത്തും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, യഹോവ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നീ ഭയപ്പെടത്തില്ല. മനുഷ്യൻ നിന്നോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അത് പിന്നെ പരിശുദ്ധാത്മ പറയിപ്പിക്കുന്നത് ഹല്ലേലൂയ ചില ഹല്ലേലൂയ ഭയങ്ങൾ ഇന്ന് രാത്രി പുറത്താകണം. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കിയുള്ള ചില ഭയങ്ങളില്ലേ, സാഹചര്യങ്ങളെ നോക്കിയുള്ള ചില ഭയങ്ങൾ ഈ രാത്രി പുറത്താകട്ടെ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ നോക്കിയുള്ള ഭയങ്ങൾ ഈ രാത്രി പുറത്താകട്ടെ. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് പോകുമ്പോഴും അതിന് വില്ലിങ്ങായി, അതിന് തയ്യാറായി, ഹല്ലേലൂയ താൻ റെഡിയായിട്ട് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത്
ഹാലേലിയ താൻ വീണ് പോയപ്പോഴോ ഹാലേലുയ ഭയപ്പെടാതെ നിൽക്കുകയാ. ഞാൻ പറയട്ടെ, ഹാലേലിയ അവിടെ പറഞ്ഞൊരു പദമുണ്ട്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. ഓ ഹാലേലുയ ഹാലേലുയ ഹാലേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പൈശാചിക മണ്ഡലം നിനക്കെതിരെ വായ് പിളർന്ന് നിൽക്കുമ്പോ, പൈശാചിക മണ്ഡലം നിന്നെ വിഴുങ്ങിക്കളയാൻ വാ പിളർന്ന് വരുമ്പോ, സ്വർഗം ഇന്ന് രാത്രി നിങ്ങളോട് കൈമാറുകയാണ്. അതിന്റെ നടുവിൽ യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. അതിന്റെ നടുവിൽ യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. സിംഹത്തിന്റെ വായ ഈ രാത്രി ദൈവം അടയ്ക്കുന്നു. ഓ കരമടിച്ച് അല്പ മിനിറ്റുകൾ കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുക്കട്ടെ. ഹാലേലുയ. ചിലതിന്റെ വായൊക്കെ ദൈവം ഈ രാത്രി അടയ്ക്കുകയാ. ഈ 12-ാം മാസം നിന്നെ ഭയപ്പെടുത്തുന്ന നാവുകളെ, നിന്നെ ഭയപ്പെടുന്ന മാനുഷിക വാക്കുകളെ സ്വർഗ്ഗം ഈ രാത്രി അടയ്ക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. ഹാലേലുയ. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പൈശാചിക ലോകത്തെ കഴിഞ്ഞും വലിയ പ്രശ്നമായി മനുഷ്യനുണ്ടാകുന്ന പ്രശ്നം. ആമേൻ. ഹല്ലേലൂയ. കാരണം ഈ പൈശാചിക ലോകത്തിന്റെ പ്രശ്നം പ്രാർത്ഥനാമുറി കയറിയിരിക്കുമ്പോൾ ഹല്ലേലൂയ മിനിയാണ്ടി എങ്ങനെയൊക്കെ നമ്മൾ ജയിക്കും. പക്ഷെ മനുഷ്യൻ കൊണ്ടുവരുന്ന പ്രശ്നം, അല്ലെ മനുഷ്യൻ ഫൈറ്റ് ചെയ്യാൻ വന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് പിടിച്ചു നിർത്താൻ. കാരണം എന്നാണെന്നറിയാമോ? എല്ലാവരും മനുഷ്യരല്ലേ. അവരോട് പ്രതികരിക്കാൻ, അവരോട് സംസാരിക്കാൻ, അവരുമായി ഹാലേലിയ കാര്യങ്ങളൊക്കെ പറയാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഹാലേലിയ ഈ ഹാലേലിയ, പക്ഷേ അതിൻ്റെ നടുവിലും ഹാലേലിയ ദൈവം അവരുടെ വായ അടച്ച് ഹാലേലിയ നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തു തരുന്ന, ഹാലേലിയ ആ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെന്നൊന്ന് പറ ദൈവമക്കളെ. ആരാ നിന്നെ ഭയപ്പെടുത്തുന്നേ? ഏത് പ്രതിസന്ധിയാ നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നേ? ഏത് പ്രതികൂലമാ നിനക്കെതിരെ ഹാലേലിയ തല ഉയർത്തി നിൽക്കുന്നേ? ഇന്ന് രാത്രി സ്വർഗം പറയുന്നേ, അതിൻ്റെ മുൻപിൽ ആണ്ടുകൾ കഴിയും മുൻപേ പ്രവൃത്തിയെ കർത്താവ് ജീവിപ്പിക്കാൻ തുടങ്ങുകയാ. ഹാലേലുയ. നീ പേടിക്കപ്പെട്ട്, നീ ഭയന്ന്, ഹാലേലുയ നീ ഒളിച്ചിരുന്ന മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുന്നു. ഓ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഹാലേലുയ. ചില ഭയങ്ങൾ ഈ രാത്രി മാറുന്നു. ഹാലേലുയ. ആണ്ടുകൾ കഴിയും മുൻപേ പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി വെളിപ്പെടുന്നു. ഹാലേലുയ. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാ. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാ. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. അവിടെ പറയുകയാണേ, മനുഷ്യനോട് എന്ത് ചെയ്യാൻ പറയാം? അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. ഈ പറഞ്ഞിട്ട് അടുത്ത പദം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അല്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പം മനുഷ്യരിൽ ആശ്രയിച്ചാൽ അല്ല ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം മനുഷ്യരിലാണ് നമ്മൾ സാധ്യതകളും സാഹചര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത്. നമ്മളൊരു നല്ല വിദ്യാഭ്യാസം ചെയ്തു ഹല്ലേലൂയ, പക്ഷെ ഇപ്പം നമുക്ക് പുറത്തോട്ട് പോകാൻ ഒരു സാധ്യത നമ്മുടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, നമ്മുടെ അങ്കിളുമാരോ നമ്മുടെ ആൻറ്റിമാരോ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകും, വിദേശ രാജ്യത്തോട്ട് നീ ഇന്ന കോഴ്സ് പഠിപ്പിക്കുക, ഞാൻ നിൻ്റെ കുഞ്ഞിനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം, സാധ്യതകൾ വരുമ്പോൾ ഹല്ലേലൂയ ഞാൻ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം ഇങ്ങനെ പറയും. ഇത് കേട്ടിട്ട് നമ്മളെ പഠിപ്പിക്കും. സാധ്യത പഠിത്തമെല്ലാം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കോഴ്സ് എല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ പിന്നെ അവരുടെ അഡ്രസ്സ് പോലും കാണത്തില്ല. ഇതാ മനുഷ്യരിലുള്ള ആശ്രയം. പക്ഷേ ഹല്ലേലൂയ അവർ പറയുമ്പോഴും എൻ്റെ തമ്പുരാൻ്റെ ഹിതമുള്ളിടത്ത് എൻ്റെ ദൈവം എൻ്റെ തലമുറയെ എൻ്റെ നീ തലമുറകളെ എത്തിക്കുമെന്നൊരു ഉറപ്പും ഒരു പ്രാർത്ഥനയും ഒരു വിശ്വാസവും നിന്റെ അകത്തു വ്യാപരിക്കാൻ തുടങ്ങിയാൽ
ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, മനുഷ്യൻ കരുതാത്ത മേഖലകളിൽ ദൈവം നിനക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. നീ മനുഷ്യരിൽ പലപ്പോഴും ആശ്രയിക്കുമ്പോഴാ നീ വിളിക്കുമ്പോൾ അവരെ എടുത്തില്ലെങ്കിൽ നിനക്ക് വിഷമമാകുന്നത്. നീ വിളിക്കുമ്പോൾ അവർ മറുപടി പറഞ്ഞില്ലെങ്കിൽ സങ്കടം വരും. അവർ നിനക്കൊരു ജോബ് കണ്ടെത്തി തന്നില്ലെങ്കിൽ നിരാശ വരും. ഇന്ന് രാത്രി മനുഷ്യരിലുള്ള ആശ്രയത്തെ ക്യാൻസൽ ചെയ്യുക. മനുഷ്യരിലുള്ള സകല ആശ്രയങ്ങളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആവട്ടെ. മനുഷ്യരിലുള്ള എല്ലാ ആശ്രയങ്ങളും, ലോകത്തിന്റെ സകല ആശ്രയങ്ങളും ക്യാൻസൽ ആകട്ടെ. കർത്താവിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ആരും തുറക്കാത്തതുപോലെ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, കെരീത്തിന്റെ സാധ്യത അടയുന്നതിന് മുന്നേ സാരാഫാത്തിന്റെ സാധ്യതയെ ഒരുക്കി. കെരീത്തിന്റെ സാധ്യത അടയുന്നതിന് മുന്നേ സാരാഫാത്തിന്റെ സാധ്യതയെ ഒരുക്കി നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിപാലനം. ഈ രാത്രി അത് തുറന്നു വരികയാ. ഈ രാത്രി അത് വെളിപ്പെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ കർത്താവിന് ചിലത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇതാ നമ്മൾ വായിച്ചത്. ഈ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് കർത്താവിനെ വല്ലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില പ്രതികൂലത്തിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും. അതിൻ്റെ ചില കുടുംബം അഭിമുഖീകരിക്കുന്ന, ചില കുടുംബം കടന്നു പോകുന്ന, ചില തലമുറകൾ കടന്നു പോകുന്ന, ചില മാതാപിതാക്കൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിക്കകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പലപ്പോഴും കൈ മലർത്തി നിൽക്കുമ്പോ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയാമേ, ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയോ, ദൈവത്തിന് ചിലത് സാധിപ്പിക്കാൻ കഴിയോ, ദൈവത്തിന് ചിലത് ഹല്ലേലൂയ നിനക്ക് വേണ്ടി കൊണ്ടുതരാൻ കഴിയോ. ഓമനന്ദി വിശ്വസിച്ചോ, ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയുമെന്നേ. ആർക്കും ചെയ്യാൻ കഴിയാത്തടത്ത്, ഹല്ലേലൂയ, സാധ്യതകൾക്ക് ചെയ്യാൻ കഴിയാത്തടത്ത്, സാഹചര്യത്തിന് പറ്റാത്തടത്ത്, പണത്തിന് പറ്റാത്തടത്ത്, ഹല്ലേലൂയ, പക്ഷെ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയോ. ദൈവത്തിന് ചിലത് ചെയ്യാം. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ദൈവത്തിന് ഈ രാത്രി ചിലത് ചെയ്യാൻ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരോട് 15 കുടുംബത്തെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും കേട്ടോ. നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, കർത്താവിന് ചിലത് ചെയ്യാൻ. ബ്രദറെ, പരിശുദ്ധമായിട്ട് പ്രവചിക്കുന്ന അഭിഷേകത്തിനെ, ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയോ, ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയോ. അടുത്ത മണിക്കൂറുകളിൽ നിങ്ങളത് തിരിച്ചറിയാൻ തുടങ്ങുകയാ. എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. അടുത്ത 24 മണിക്കൂറുകൾ കഴിയുമ്പോ നിങ്ങളത് തിരിച്ചറിയുമെന്ന്. എന്തോ എന്നോട് പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു, ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയുമെന്ന്. അടുത്ത 24 മണിക്കൂറുകൾക്കകത്ത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, മനുഷ്യന് ചെയ്യാൻ പറ്റാത്തടത്ത്, ഹല്ലേലൂയ, സാധ്യതകൾക്ക് ചെയ്യാൻ പറ്റാത്തടത്ത്, ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത്, നീറുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ദൈവത്തിന് ചിലത് ചെയ്യാൻ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. കാരണം യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ, യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന് ചെയ്യാൻ യഹോവ പക്ഷത്തുള്ളത് കൊണ്ട് ദൈവത്തിന് ചിലത് നിനക്ക് വേണ്ടി കറക്റ്റ് ടൈമിൽ നിന്റെ ആവശ്യം തോന്നും. നിന്റെ സകല സാധ്യതകളും അടയുമ്പോൾ
ഇനി വഴിയില്ലെന്ന് നീ സ്വയമായി പറയുമ്പോൾ, ഇനി വഴിയില്ലെന്ന് ഹല്ലേലൂയ നീ പറയുന്ന മിനിറ്റിൽ തന്നെ ദൈവത്തിന് ചെയ്യാൻ കഴിയോ? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ വായി തുറന്നൊന്ന് പറഞ്ഞ ആ പദം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. 15 കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഈ അഭിഷക്തനെ നോക്കി, ഈ മിനിസ്ട്രിയെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ, യഹോവ പക്ഷത്തുണ്ട്.